നമസ്കാരം, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഈ വരാനിരിക്കുന്ന പരീക്ഷകൾ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, 10th മെയിൻ എക്സാം, അതേപോലെ സെയിൽസ്മാൻ എക്സാം, CPO, WCPO, അതേപോലെ ഫയർമാൻ എക്സൈസ് തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും നിങ്ങളെ വിജയിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമായ വിഷയങ്ങളാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഈ 3 വിഷയങ്ങളിലും നിങ്ങളെ അഗ്രഗണ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഹാജാസ് ക്ലാസ്സസിലൂടെ ഞാനും റിയാസ് സാറും ഗീതു ടീച്ചറും 3 പേര് ചേർന്ന് നടത്തുന്നത്. ഈ ഒരു സെഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ, റിയാസ് സാറ്, ഗീതു ടീച്ചർ 3 പേരും ഓരോ സബ്ജക്റ്റിലെ എക്സ്പേർട്ടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വിഷയത്തെ ഒരു മത്സര പരീക്ഷയിൽ കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കുക, അതുവഴി നിങ്ങളുടെ ഒരു സ്നേഹം നമ്മളിലേക്കും നമ്മുടെ ചാനലിലേക്കും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ പരമമായ ലക്ഷ്യം. രണ്ടാമതൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കലർപ്പും കൂടാതെ നടത്തുന്ന കോഴ്സാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ്. അതേപോലെ CPO തുടങ്ങാൻ വേണ്ടി പോകുന്നു. ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലാസ്, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്, ഓഫ്ലൈനിന് തുല്യമായ ക്ലാസ്, ഏറ്റവും മികച്ച അധ്യാപകർ, അതായത് സബ്ജക്റ്റ് കൃത്യമായി ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കെൽപ്പുള്ള അധ്യാപകരെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ മെമ്മിൻ്റെ ഇപ്പം നമ്മൾ മൊത്തം 10ാമത്തെ ക്ലാസ്സാണ്. കണ്ടിന്യൂസ് ആയി നമ്മൾ ക്ലാസ് ഇട്ട് വരുന്നുണ്ട്. ഈ 10 ക്ലാസ്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാമത്തെ ക്ലാസ്സാണ്. അതായത് മെമ്മിൻ്റെ 4ാമത്തെ മാത്സിൻ്റെ ക്ലാസ്സാണ്. ഇന്ന് മെൻ്റൽ എബിലിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. മാത്സ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മെൻ്റൽ എബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം 2018 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഗിവൺ ബിലോ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതോ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണ് ഏതാണ്? ഓപ്ഷൻ മാംഗോ, ആപ്പിൾ, ലേഡീസ് ഫിംഗർ, ഗ്രേപ്സ്. വളരെ ഈസിയായി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2018 ഈ ചോദ്യം വളരെ സിമ്പിളാണ്. കാരണം മാംഗോയും ആപ്പിളും ലേഡീസ് ഫിംഗറും ഗ്രേപ്സിനകത്ത് നമുക്ക് കാണുമ്പോഴേ അറിയാം, ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ്. ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്ന സാധനം ഒഴികെ ബാക്കി എല്ലാവരും ഫ്രൂട്ട്സുകളാണ്. അപ്പം പച്ചക്കറി വിഭാഗത്തിൽ വരുന്നതാണ് ഏത്? ഈ ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത്. വെജിറ്റബിൾ വിഭാഗത്തിൽ വരുന്നതാണ് ലേഡീസ് ഫിംഗർ, ബാക്കിയെല്ലാം ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ അതാണ് അതിനകത്ത് ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് 2ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫൈൻഡ് ദ ഓഡ് വൺ എമംഗ് ദീസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഡ് വൺ ഏതാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ലേക്ക്, റിവർ, പൂൾ, സീ, ഇതിൽ ഏതാണ് ഓഡ് വൺ എന്ന് ചോദിച്ചാൽ, ലേക്കിൻ്റെ പ്രത്യേകത, ലേക്ക് ഒരിക്കലും ഒഴുകൂല. റിവർ ഒഴുകും, എന്നാൽ പൂൾ ഒരിക്കലും ഒഴുകൂല. സീയും ഒഴുകത്തില്ല, അല്ലേ? അവിടെ തിര മാത്രം ഇങ്ങനെ ഒഴുകുന്നത് ഏത് മാത്രമാണ്? റിവർ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് ഓഡ് വൺ എന്ന് പറയുന്നത് റിവറാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇൻ ദ ഫോളോയിങ് 4 numbers 3 are same in certain way. ഈ കൊടുത്തിരിക്കുന്നതിൽ 3 എണ്ണം ഏതോ ഒരു തരത്തിൽ ഒരുപോലെ ഉള്ളവയാണ്, പക്ഷേ ബാക്കി ഒരെണ്ണമുണ്ട്, അത് ഡിഫറെൻ്റ് ആണ്. ഇനി അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇനി നമുക്ക് ഇതിനകത്ത് ഏതാണെന്ന് നോക്കാം. 28, 14, 49, 43. ഈ 43 ഈ നമ്പേഴ്സിനെ കാണുമ്പോൾ തന്നെ 43 ഒന്നൊരു സ്ട്രൈക്കിംഗ് നമ്പറാണ്. ഈ 43ൻ്റെ ഘടകങ്ങൾ 1ഉം 43ഉം ആണ്. ഈ 43ന് വേറൊരു നമ്പർ, അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടർ ആ നമ്പരും 1ഉം അല്ലാതെ വേറൊരു നമ്പർ ഇല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രൈം നമ്പർ എന്നാണ് പറയുക. അപ്പോൾ പ്രൈം നമ്പറുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഏത്? 43. 43 കിട്ടാൻ 1×43 അല്ലാതെ വേറെ വഴിയില്ല. അതായത് 1ഉം 43ഉം മാത്രമാണ് 43ൻ്റെ ഫാക്ടർ, വേറെ ഫാക്ടർ ഇല്ല. അതുകൊണ്ട് 43 ഒരു പ്രൈം നമ്പറാണ്. 28 ആണെങ്കിലോ 1×28 28 7×4 28 ഇതെല്ലാം ഫാക്ടറാണ്. സോ 28 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 14 ആണെങ്കിലോ 7×2 7, 2, 1, 14 ഇതെല്ലാം അതിനകത്ത് ഫാക്ടറാണ്. 49 ആണെങ്കിലോ 7×7, അതേപോലെ 1×49, ഇങ്ങനെ കുറേ നമ്പേഴ്സ് 43ൻ്റെ ഫാക്ടേഴ്സ് ആണ്. പക്ഷേ 1ഉം 43ഉം മാത്രമാണ് 43ൻ്റെ ഫാക്ടർ.
അതുകൊണ്ട് അതൊരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ അത് 43 ആണ് എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം, ഇൻ ദ ഫോളോയിങ് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തേത്, ഐഡന്റിഫൈ ദ ഓഡ് മാൻ ഔട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 4 മാസങ്ങളാണ് തന്നിട്ടുള്ളത്. അതായത് ജൂലൈ, മെയ്, ജൂൺ, മാർച്ച്. ഇതിൽ ഏതോ ഒരു മാസം കൂട്ടത്തിൽ പെടാത്തതാണ്. ഏതാണ് എന്നാണ്. ജൂലൈയിൽ 31 ദിവസങ്ങളുണ്ട്, മെയ്യിൽ 31 ദിവസങ്ങളുണ്ട്, മാർച്ചിൽ 31 ദിവസങ്ങളുണ്ട്. എന്നാൽ ജൂണിൽ 30 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ജൂണാണ്. ഇങ്ങനെയൊക്കെ പാറ്റേൺ ഉണ്ടെന്ന് പഠിക്കലാണ് പ്രധാനം. ഓക്കെ, അടുത്തത് നോക്കാം. ചൂസ് ദ ഓഡ് മാൻ ഔട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഡ് മാൻ ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, UWY, യു കഴിഞ്ഞ് എപ്പോഴാണ് W വരിക? UVW. അപ്പോൾ UWYയിൽ യു കഴിഞ്ഞ് 2 കൂട്ടുമ്പോഴാണ് W വരുന്നത്. UVW. അടുത്തത് W കഴിഞ്ഞിട്ടോ UVWXY. അപ്പോൾ Y വരുന്നത് വീണ്ടും 2 കൂടുമ്പോഴാണ്. ശരി, ഇനി അതുപോലെയാണോ ബാക്കിയുള്ളത് വന്നിരിക്കുന്നത് നോക്കാം. അടുത്തതിൽ BEH എടുത്ത് നോക്കിയാൽ AB, B, C, B കഴിഞ്ഞ് BCDE 3 കൂട്ടേണ്ടിയിരിക്കുന്നു. ഓക്കെ, 3 കൂട്ടേണ്ടത്. EFGH 3 കൂട്ടിയാലേ Hലെത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ലെറ്റർ കഴിഞ്ഞ് അടുത്ത ലെറ്ററിലേക്ക് പോകാൻ 3 ചാട്ടം. അടുത്തത് KNQ. കെയുടെ കൂടെ KABCDFGHIJKLMN 3 കൂട്ടിയിട്ടുണ്ട്, +3 NNOPQ 3 കൂട്ടണം. ഓക്കെ, അടുത്തത് SUV അല്ലേ, അപ്പം 3 കൂട്ടണം. WX വീണ്ടും 3 കൂട്ടണം. അപ്പം ഇവിടെ എല്ലാം ഒരു ലെറ്ററിൽ നിന്ന് അടുത്ത ലെറ്ററിലോട്ട് പോകാൻ 3 ആണ് കൂട്ടിയിട്ടുള്ളത്. 3 ലെറ്റേഴ്സ്, 3ാമത്തെ ലെറ്റർ. എന്നാൽ ഇവിടെ 2ാമത്തെ ലെറ്ററാണ്. സോ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകേണ്ടത്. പൊട്ടാറ്റോ, ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതിൽ ഏതാണ് ഓഡ് വൺ? നമ്മൾ പറയും പൊട്ടാറ്റോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ണിനടിയിലാണ്. ക്യാബേജ് മണ്ണിനടിയിലല്ല, ക്യാരറ്റ് മണ്ണിനടിയിലാണ്, ബീട്രൂട്ട് മണ്ണിനടിയിലാണ്. ബാക്കിയെല്ലാം അണ്ടർഗ്രൗണ്ട് റൂട്ട് സിസ്റ്റത്തിൽ വരുന്നതാണ്. എന്നാൽ ക്യാബേജ് മാത്രം അങ്ങനെ അല്ല. ഇനി അടുത്തതിലോട്ട് വരാം. 8ാമത്തതിൽ ചൂസ് ദ ഓഡ് മാൻ ഓൺ. ഏതാണ് ഓഡ് മാൻ ഔട്ട് എന്നുള്ളത് വെച്ച് 43, 53, 63, 73, 83. ഇതിന് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. 73 ഒരു പ്രൈം നമ്പർ ആണ്, 53 ഒരു പ്രൈം നമ്പറാണ്, 43 ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനകത്ത് ആ നമ്പരും ഒന്നുമല്ലാതെ വേറെ ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയും. 73ൽ 1ഉം 73ഉം മാത്രമേ ഉള്ളൂ. എന്നാൽ 53ൽ 1ഉം 53ഉം അല്ലാതെ വേറെ ഘടകങ്ങൾ കിട്ടില്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 1 കൊണ്ടും പറ്റില്ല. 53നെ 43ഉം അതുപോലെ തന്നെ 1ഉം 43ഉം മാത്രമേ അതിലുള്ളൂ. എന്നാൽ 63 എടുത്താൽ 9 × 7 എത്രയാണ്? 63 ആണ്. അതേപോലെ 1 × 63, 3 നമ്പറുകൾ 63നകത്തുണ്ട്. അതുകൊണ്ട് 63 ഒരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് 63 ആണ് ശരിയായ ഉത്തരം എന്ന് പറയേണ്ടി വരും. ഓക്കെ ആണോ? അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 9ാമത്തെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട് എന്നാണ്. ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ടിനകത്ത് ഇവിടെ ഏതാണ് 400? ഇവിടെ ഓപ്ഷനിൽ 369 ഉണ്ട്. ഓക്കെ, അടുത്ത 427 ഉണ്ട്, 671 ഉണ്ട്, 264 ഉണ്ട്. ഇത് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് പറ്റിയില്ല എന്നും വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 396നെ നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ 2 നമ്പറുകൾ കണ്ടോ? അതിൻ്റെ ഡിഫറൻസ് അല്ലേ 3ാമത്തെ നമ്പർ ആണ്. അപ്പൊ ആദ്യത്തെ 2 നമ്പറുകളുടെ ഡിഫറൻസ് ആണ് 3ാമത്തെ നമ്പർ. ഓക്കെ, ആ ഒരു പ്രത്യേകത നമ്മൾ ഈ നമ്പറിൽ കണ്ടു. എന്നാൽ ഇവിടെ നോക്കൂ, 4ന്റെയും 2ന്റെയും ഡിഫറൻസ് ആണോ 7? അല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു മെത്തേഡ് അതിനകത്ത് വരുന്നില്ല. 671 6ന്റെ 2 നമ്പറുകളുടെ ഡിഫറൻസ് അല്ലേ 3ാമത്തെ നമ്പർ? 7ന്റെ 6ന്റെ ഡിഫറൻസ് അല്ലേ 3ാമത്തെ നമ്പർ? ആണ്. അടുത്തതിൽ നോക്കൂ, 2ാമത്തെ നമ്പറിൽ നിന്ന് 1ാമത്തെ നമ്പർ, അതായത് ആദ്യത്തെ 2 നമ്പറുകളുടെ ഡിഫറൻസ് അല്ലേ 3ാമത്തെ നമ്പർ? ആണ്. അങ്ങനെ വരാത്തത് 427 അല്ലേ? 427ൽ 2ാമത്തെ നമ്പറിൽ നിന്നും 1ാമത്തെ നമ്പർ കുറയ്ക്കുമ്പോൾ 3ാമത്തെ നമ്പർ വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ
ഓരോ നമ്പറിലും രണ്ടാമത്തെ നമ്പർ എടുക്കുക, എന്നിട്ട് ഒന്നാമത്തെ നമ്പർ കുറയ്ക്കുമ്പോൾ മൂന്നാമത്തെ നമ്പർ വരുന്നുണ്ടോ നോക്കണം. അങ്ങനെ വരാത്തത് ബി ആണ്. സോ ബി ആണ് ഇതിനകത്ത് ഓഡ് മാൻ. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഓഡ് വൺ ഇൻ ദ ഗ്രൂപ്പ്. 27, 35 എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ഓഡ് വൺ ഏതാണ്? ഓക്കെ, നമുക്ക് നോക്കാം. 35, 52, 47, 63 ഇങ്ങനെ നമ്പറുകളുടെ സെറ്റ് തരുമ്പോൾ അത് എപ്പോഴും പ്രൈം നമ്പർ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. 35 ഒരു പ്രൈം നമ്പർ അല്ല. ഓക്കെ, പ്രൈം നമ്പർ അല്ല. 52, 35നകത്ത് 7 × 5 ഉണ്ട്, 1 × 35 ഉണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ഫാക്ടേഴ്സ് ആണ്. എന്നാൽ 52 52ഉം അങ്ങനെയാണ്. അപ്പോൾ 52ഉം 21 × 2 ഉണ്ട്, 52 × 1 ഉണ്ട്. അപ്പോൾ അത് പ്രൈം നമ്പർ അല്ല. 47 ഒരു പ്രൈം നമ്പർ ആണ്. 63 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. 7 × 9 ആണ് 63. അപ്പോൾ പ്രൈം നമ്പർ അല്ലാത്തത് പ്രൈം നമ്പർ അല്ലാത്തതാണ് ബാക്കിയുള്ളതെല്ലാം. 47 പ്രൈം നമ്പർ ആണ്. ഓക്കെ, 47 1ഉം 47 മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഇവിടെ നോക്കൂ. ഇൻ ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് വൺ ഡസ് നോട്ട് ബിലോങ് ദാറ്റ് ഗ്രൂപ്പ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാഗൺ, ചാരിയോട്ട്, സ്ലൈ അങ്ങനെയാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു, കാർ, ഇങ്ങനെ 4 പേരെ തന്നിട്ടുണ്ട്. ഇതിലേതാണ്? ഇവിടെ നോക്കൂ. ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇതിനകത്ത് ഇതിലേതാണ് ശരിയായ ഉത്തരം എന്നതാണ് നമ്മുടെ ചോദ്യം. ഇതിൽ ഈ വാഗൺ എന്ന് പറയുന്നത് ഈ ഒരു വാഹനമാണ് കേട്ടോ. ഞാൻ പിക്ചർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വാഗൺ എന്ന് പറയുന്നത് ഈ ഒരു വാഹനമാണ്. ഈ ചാരിയോട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു വാഹനമാണ്. ഈ കുതിര കൂടെ ഒരു ആൾക്കാർക്ക് നിന്ന് പോകാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടല്ലോ, അതാണ് ഇത്. സ്ലൈ എന്ന് പറയുന്നത് ഇതാണ്. ഈ മഞ്ഞിലൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന, മഞ്ഞിലൂടെ ഇഴഞ്ഞു നീങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. ഇതാണ് കാർ, അറിയാലോ. ബാക്കിയെല്ലാം റോഡിലൂടെയൊക്കെ പോകുന്ന വാഹനങ്ങളാണെങ്കിൽ ഇതിലെ സ്ലൈ എന്ന് പറയുന്നത് മാത്രം ഏതാണ്? ഈ മഞ്ഞിലൂടെ ഇഴഞ്ഞ് നീങ്ങുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ചൂസ് ദ ഓഡ് വൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഡ് വൺ ഏതാണ്? ഈ വർഷങ്ങൾ തരും. 2011, 2012, 2013, 2014 വർഷങ്ങൾ തന്നാൽ നിങ്ങൾ എപ്പോഴും നോക്കുക ലീപ്പ് ഇയർ ആണോ നോക്കണം. കാരണം ലീപ്പ് ഇയർ ആണ് മിക്കവാറും ചോദിക്കാൻ സാധ്യത. ഈ തന്നിരിക്കുന്നതിൽ ലീപ്പ് ഇയർ 2012 ആണ്. ഒരു വർഷത്തിന്റെ അവസാനത്തെ 2 നമ്പറുകൾ ശ്രദ്ധിക്കുക. ഒരു വർഷത്തിന്റെ അവസാനത്തെ 2 നമ്പറുകൾ 4ന്റെ ഗുണിതമാണെങ്കിൽ, ഒരു വർഷത്തിന്റെ അവസാനത്തെ 2 നമ്പറുകൾ 4ന്റെ ഗുണിതമാണെങ്കിൽ ആ വർഷത്തിൽ ഫെബ്രുവരി 29 ദിവസങ്ങൾ ഉണ്ടാകും. ആ വർഷത്തിൽ 366 ദിവസങ്ങൾ ഉണ്ടാകും. ആ വർഷത്തെ നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയും. 2011 ലീപ്പ് ഇയർ അല്ല, 2012 ലീപ്പ് ഇയർ ആണ്, 2013 ലീപ്പ് ഇയർ അല്ല, 2014 ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു ദിവസം കൂടുതൽ, അതായത് ഫെബ്രുവരിയിൽ ഒരു ദിവസം കൂടുന്നതിന്റെ ഫലമായി വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണത്തിൽ ഒരു ദിവസം കൂടുതലായിരിക്കും. 365 ദിവസമാണ് സാധാരണ വർഷത്തിലുണ്ടെങ്കിൽ ലീപ്പ് ഇയറിൽ 366 ദിവസങ്ങൾ കാണും. അത്തരം വർഷങ്ങളെ കണ്ടുപിടിക്കാൻ ആ വർഷത്തിന്റെ അവസാനത്തെ 2 നമ്പറുകൾ, ഇവിടെ ഞാൻ 2012 എടുത്താൽ ആ 12 4ന്റെ ഗുണിതമാണോ നോക്കിയാൽ മതി. 4ന്റെ പട്ടികയിൽ 12 ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2012 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്തെ ഓഡ് മാൻ ഔട്ടിൽ നിന്ന് നമുക്ക് ഉത്തരമായി തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഒരു സ്മാർട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയുകയാണ് സ്മാർട്ടാണ്, ബ്രില്യൻ്റ് ആണ്, ഓണസ്റ്റ് ആണ്, ബ്രൈറ്റ് ആണ്. ഒരാളെ കണ്ടാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? കണ്ടാൽ തന്നെ സ്മാർട്ടാണോ, ബ്രില്യൻ്റ് ആണോ, ഓണസ്റ്റ് ആണോ, ബ്രൈറ്റ് ആണോ? ഇതിൽ നമ്മളെ ഒരു തത്വം വെച്ച്, ഒരു ഫിലോസഫി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് ഓണസ്റ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ഓണസ്റ്റ്, സത്യസന്ധത, അത് നമുക്ക് എപ്പോഴും നോക്കി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓണസ്റ്റ് ആണ് ഇതിനകത്തെ ശരിയായ ഉത്തരം. ഓക്കെ, ഇവിടെ നോക്കാം. ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്. ഇച്ചിരി കടുപ്പമുള്ള സാധനമാണ്. SI ടെസ്റ്റിന് ചോദിച്ച 2016 ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ഒരൊറ്റ ചോദ്യം മതി നമ്മുടെ സമയമൊക്കെ വേസ്റ്റ് ആക്കാൻ. 9, 65, 17, 35 ഒരെണ്ണം കൂട്ടത്തിൽ പെടാത്തതാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ പാറ്റേൺ അറിഞ്ഞേ പറ്റൂ. ഈ ക്ലാസ് കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ക്ലാസ് കണ്ടേ പറ്റുള്ളൂ. അതായത് 9 കിട്ടാൻ 10ൽ നിന്ന്, അതായത് 5 × 2ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 9 കിട്ടും. ഒരു നമ്പറിൽ നിന്നും ഒരു നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ച് 1 കുറയ്ക്കുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതേപോലെ 17 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? 17 കിട്ടണമെങ്കിൽ 9 × 2 - 1, അതായത് ഒരു നമ്പർ ഇൻറ്റു
2 - 1 എന്ന് പറയുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് എല്ലാ നമ്പറുകളും. ആ ഒരു പാറ്റേൺ അല്ലാത്ത ഏതോ ഒരു നമ്പറുണ്ട്. അതായത് ഈ 17 കിട്ടാൻ 9 × 2 - 1, അപ്പോൾ നമുക്ക് 17 കിട്ടും. ഇനി 35 കിട്ടാൻ എന്ത് ചെയ്യണം? 35 കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35 കിട്ടാൻ, അല്ല 17 പറഞ്ഞല്ലോ അല്ലേ, 17 പറഞ്ഞു. അടുത്തത് 65 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 65 കിട്ടാനാണെങ്കിൽ 33 × 2, 33 × 2 എന്ന് പറയുമ്പോൾ 66 ആയി. 66 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 65 കിട്ടും. ഇനി 35 കിട്ടാൻ എന്ത് ചെയ്യണം? 35 കിട്ടാനും ഇതേപോലെ 17 × 2 ചെയ്തിട്ട് 1 കുറയ്ക്കണം. 17 × 2 എന്ന് പറയുമ്പോൾ 34 ആണ്. 34 നിന്ന് 1 കുറച്ചാൽ 33 കിട്ടുള്ളൂ. അപ്പോൾ 35 എന്തായാലും ഈ പാറ്റേണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ബാക്കി എല്ലാ നമ്പേഴ്സിനെയും ഈ നമ്പേഴ്സിനെയെല്ലാം ഈ പാറ്റേണിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 129 കൊടുത്തിട്ടുണ്ട്. 129 ആണെങ്കിൽ 65 × 2, 65 × 2 എന്ന് പറയുമ്പോൾ 130 ആണ്. 130 നിന്ന് 1 കുറച്ചാൽ 129 കിട്ടും. അപ്പം നമ്പർ ഇൻറ്റു 2 - 1. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്തവണ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവർ ചോദിക്കുന്നത് നമ്പർ ഇൻറ്റു 3 - 1 ആയിരിക്കും. നമ്പർ ഇൻറ്റു 5 × 3 - 1. 5 × 3 എത്രയാ? 15. 15 നിന്ന് 1 പോയാൽ 14. ഓപ്ഷനകത്ത് 14 കാണും. ഇനി വേറെ ഒരെണ്ണം എന്താ എടുക്കുക? 6 × 3, 6 × 3 18. 18 നിന്ന് 1 പോയാൽ 17. അടുത്തത് 7 ഇടും. 7 × 3 21. 21 നിന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു 10 × 3, 10 × 3 30. 30 നിന്ന് 1 പോയാൽ 29. അടുത്തത് ഒരു 15. 15 × 3 45. 45 നിന്ന് 1 പോയാൽ 44. 44 പകരം 42 തരും. അപ്പോൾ 42 ആണ് ഓട്. ഒരു പാറ്റേൺ അവരുണ്ടാക്കും. ഫോർ എക്സാമ്പിൾ x × 5 - 2. ഈ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ആ പാറ്റേണിൽ നമ്പർ ഇടും. എന്നിട്ട് ഒരെണ്ണം മാറ്റി അങ്ങ് ചോദിക്കും. ഇതാണ് പരിപാടി. ഓക്കെ, സിമ്പിളാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടി. നോക്കൂ, ശ്രദ്ധിക്കൂ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? സ്ക്വയർ, ക്യൂബ്, സ്പിയർ, സിലിണ്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതാണ്. സ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോളമാണ്. ഇത് വൃത്തമാണ്, ഗോളം 3 ഡയമെൻഷനിലാണ്. ഇത് 3D ആണ്. ഇതിനിങ്ങോട്ടൊക്കെ വശങ്ങളുണ്ട്, 3D ആണ്. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ് സിലിണ്ടർ, അല്ലേ? ഒരു പൈപ്പ് കണക്കിരിക്കുന്നതാണ്, അതും 3D ആണ്. എന്നാൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്തല്ല? സ്ക്വയർ കണ്ടോ, 4 വശങ്ങളും തുല്യമാകുന്ന ഒരു ബോർഡിൽ കൃത്യമായി വരച്ച് കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് സ്ക്വയർ. സ്ക്വയർ മാത്രം 2D, ബാക്കി എല്ലാവരും 3D ആണ്. 3D. ഓക്കെ, ശരി. അടുത്തത് 16ാമത്തെ ചോദ്യം. ഗെറ്റ് ഓഡ് മാൻ ഔട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഡ് വൺ ഏതാണ്? ക്രിംസൺ. നമ്മൾ ഈ +2 കെമിസ്ട്രിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ റിസൾട്ട് ക്രിംസൺ റെഡ് കളർ, ക്രിംസൺ റെഡ്. കാർഡിനൽ. അടുത്തത് വെംലിയോൺ, ഗോൾഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. 16ാമത്തെ ചോദ്യമാണ്. ഇവിടെ നോക്കൂ, ഇതിൽ ആദ്യത്തെ ക്രിംസൺ റെഡ് എന്ന് പറയുന്നൊരു കളറാണ്. എന്നാൽ കർദിനാൾ എന്നാണ് സാധാരണ ആൾക്കാർ പറയുക. ഇതൊരു പക്ഷിയാണ്, ഒരു റെഡ് കളറിലുള്ള ഒരു പക്ഷിയാണ് കർദിനാൾ എന്ന് പറയുന്നത്. അടുത്തത് വെംലിയോൺ എന്ന് പറഞ്ഞാൽ റെഡിന്റെ വകഭേദമുള്ള ഒരു കളറാണ്. ഗോൾഡൻ എന്ന് പറയുന്നത് കളറാണ്. അപ്പൊ ഇതിനകത്ത് പക്ഷിയാണ് ഏത്? കർദിനാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർഡിനൽ എന്ന് പറയുന്നത്. കർദിനാൾ എന്നാണ് അത് പറയേണ്ടത്. അപ്പോൾ ബാക്കിയെല്ലാം കളേഴ്സ് ആണ്. എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് പടച്ചോനെ, അല്ലേ? അടുത്ത് നോക്കാം. ചൂസ് ദ വേർഡ് വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ്. പൊട്ടാസ്യം, സിലിക്കൺ, ഗാലിയം, സിർക്കോണിയം. സിർക്കോണിയത്തിന്റെ സിമ്പൽ ZR എന്നാണ്. എന്നാൽ ഗാലിയത്തിന്റെ സിമ്പൽ GA എന്നാണ്. സിലിക്കന്റെ സിമ്പൽ SI എന്നാണ്. പൊട്ടാസ്യത്തിന്റെ സിമ്പൽ P എന്നല്ല, P ഫോസ്ഫറസ് ആണ്. അതായത് പൊട്ടാസ്യത്തിന്റെ സിമ്പൽ K എന്നാണ്. അതായത് ലാറ്റിൻ വേർഡിൽ നിന്ന് ഉണ്ടായതാണ് പൊട്ടാസ്യം, സോഡിയം, അങ്ങനെയൊക്കെ. സോഡിയം നാട്രിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എലമെന്റ് ആണ് സോഡിയം നാട്രിയം. അപ്പൊ സോഡിയം എന്ന് എഴുതുമ്പോൾ Na, പൊട്ടാസ്യം എന്ന് എഴുതുമ്പോൾ P എന്നല്ല എഴുതുന്നത്, P ഫോസ്ഫറസ് ആണ്. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ K എന്നാണ്. യഥാർത്ഥ പേര് കാലിയം എന്നാണ്, ഒരു ലാറ്റിൻ വേർഡാണ്. അതുകൊണ്ട് പൊട്ടാസ്യമാണ് ഇവിടെ ശരിയായ ഉത്തരം. ബാക്കിയെല്ലാം സിമ്പൽ ആ പേരിൽ തന്നെ ഉണ്ട്. പൊട്ടാസ്യത്തിന്റെ സിമ്പൽ ആ പേരിൽ ഇല്ല, അതിൻ്റെ ഒറിജിനൽ പേരിലോട്ട്, അതായത് അത് ഒറിജിനേറ്റ് ചെയ്ത പേരും ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അങ്ങോട്ടേക്ക് പോയാലേ അതിൻ്റെ സിമ്പൽ കിട്ടുള്ളൂ. ടാപ്പിയോക്ക, ടൊമാറ്റോ, ബീട്രൂട്ട്, ജിഞ്ചർ. ടാപ്പിയോക്ക മണ്ണിനടിയിൽ നിന്ന്, ടൊമാറ്റോ മണ്ണിനടിയിൽ നിന്നല്ല, ബീട്രൂട്ട് മണ്ണിനടിയിൽ നിന്ന്, ജിഞ്ചർ മണ്ണിനടിയിൽ നിന്ന്. മണ്ണിനടിയിൽ നിന്നുള്ള റൂട്ട് സിസ്റ്റത്തിൽ വരുന്നതാണ് എയും സിയും ഡിയും. ബി എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. അതുകൊണ്ട് ബി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
ഫൈൻഡ് ഓഡ് മാൻ ഔട്ട്. 8, 27, 64, 100, 125, 216, 343. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇതിൽ ഓഡ് മാൻ ഏതാണ്? ഇവിടെ നമുക്ക് 4 എണ്ണമാണ്, ഓപ്ഷൻ A, B, C, D എന്ന് കൊടുത്തിട്ടുണ്ട്. 125 എല്ലാവർക്കും അറിയാം 5ന്റെ ക്യൂബാണ്. 27 3ന്റെ ക്യൂബാണ്. 100 10ന്റെ സ്ക്വയർ ആണ്. 343 എന്താണ് എന്ന് ചോദിച്ചാൽ ഈ 343 7ന്റെ ക്യൂബാണ്. ഇവിടെ നോക്കൂ, 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ്, 6ന്റെ ക്യൂബ്, 7ന്റെ ക്യൂബ് തന്നിട്ടുണ്ട്. ഇവിടെ 100 എന്ന് പറയുന്ന ഒരു സ്ക്വയർ നമ്പറാണ്. 10ന്റെ സ്ക്വയർ ആണ് 100. അതാണ് നമ്മുടെ ഉത്തരം. അതായത് സി ആണ്. അവിടെ സി മാത്രമാണ് സ്ക്വയർ നമ്പർ, ബാക്കിയെല്ലാം ക്യൂബാണ്. Among the following list, choose the one that is different from others. റെഡ്, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൈമറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ് എന്ന് പറയുമ്പോൾ ബ്ലൂ, ഗ്രീൻ, റെഡ്. ബ്ലൂ, ഗ്രീൻ, റെഡ് ഇതെല്ലാം പ്രൈമറി കളേഴ്സാണ്. ബാക്കി ഓറഞ്ച് പ്രൈമറി കളർ അല്ല. അപ്പോൾ ഓറഞ്ചാണ് ഇതിനകത്ത് ഓഡ് വൺ. ബാക്കി എല്ലാം പ്രൈമറി കളേഴ്സാണ്, പ്രാഥമിക വർണ്ണങ്ങളാണ്. ഇനി പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് തോമസ് യങ് ആണ്. ഇവിടെ ഓഡ് വൺ ഏതാണ്? CFIL. സിയിൽ നിന്ന് എഫിലേക്ക് പോകാൻ CFIL. സി കഴിഞ്ഞാൽ DEF 3 കൂട്ടേണ്ടത്. 3 ശരി, നമ്മൾ 3 കൂട്ടുന്നു. F GHI 3 കൂട്ടുന്നു. JKL 3 കൂട്ടുന്നു. അപ്പോൾ ഓരോന്നും 3 കൂട്ടിയതാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ GJMP ABCDEF GHIJ 3 കൂട്ടിയതാണ്. KLM 3 കൂട്ടിയതാണ്. NOP 3 കൂട്ടിയതാണ്. അടുത്തത് KNQT HIJK LMN 3 കൂട്ടിയതാണ്. OPQ 3 കൂട്ടിയതാണ്. RST 3 കൂട്ടിയതാണ്. ഇതെല്ലാം ഒരു ലെറ്ററിൽ നിന്നും അടുത്ത ലെറ്ററിലേക്ക് പോകാൻ 3 വീതം, 3 ലെറ്റർ ജമ്പിങ് ആണ്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് QRTW നോക്കാം. QRTW അപ്പോൾ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞാൽ Q കഴിഞ്ഞാൽ PQ, Q കഴിഞ്ഞാൽ R. അപ്പോൾ 1 കൂടിയിരിക്കുന്നത്, 1 കൂടി Q. R കഴിഞ്ഞാൽ PQRST. അപ്പം PQRST എന്നാണ്. PQR. അപ്പോൾ ക്യൂവിൻ്റെ അടുത്ത ലെറ്ററാണ് R. S കഴിഞ്ഞിട്ടാണ് T വരുന്നത്. അപ്പോൾ 2. ഓക്കെ, T. UV കഴിഞ്ഞിട്ട് 3ാമത്തെ ലെറ്ററാണ് ഇവിടെ വരിക, +3. അപ്പോൾ ബാക്കിയെല്ലാം ഒരു ലെറ്ററിൽ നിന്ന് അടുത്ത ലെറ്ററിലേക്ക് പോകാൻ +3 ആണെങ്കിൽ ഇവിടെ +1, +2, +3 എന്നാണ്. സോ D ആണ് ശരിയായ ഉത്തരം. D ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഇനി ചൂസ് ദ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ് നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യം എടുത്താലും CFIL എടുത്താൽ ABCDEF ഓക്കെ 3 ലെറ്റർ ചാടി. GHI 3 ലെറ്റർ ചാടി. HI കഴിഞ്ഞാൽ JKL അപ്പോൾ 3 ലെറ്റർ ചാടി. അപ്പം ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് ലെറ്ററിലോട്ട് പോകാൻ 3 ആണ്, +3 ആണ്. ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെ കാണാം, +3 ആണ്. O കഴിഞ്ഞാൽ PQR 3 ലെറ്റർ. അടുത്ത R കഴിഞ്ഞാൽ STU അപ്പം 3 ലെറ്റർ. VWX അപ്പം എല്ലാത്തിലും 3 ലെറ്റർ വെച്ചാണ് ജമ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, 3 ലെറ്റർ തന്നെയാണ്. JKLM KL കഴിഞ്ഞിട്ടാണ് M, അപ്പോൾ 3 ലെറ്റർ ആണ്. NOP 3 ലെറ്റർ ആണ്. QR കഴിഞ്ഞിട്ടാണ് S. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു ലെറ്ററിൽ നിന്നും അടുത്ത ലെറ്ററിലേക്ക് പോകാൻ 3 ആണ്, +3 ആണ്. ഇവിടെ മാത്രം എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. PQRS +3 ആണല്ലേ, നമുക്ക് +3 ആണ് കാണാൻ കഴിയുക. അടുത്ത STTUV അപ്പോൾ 3 ആണ്. അവിടെ എങ്ങനെയാണല്ലോ പറഞ്ഞത് VWX അപ്പോൾ 2 ഉള്ളൂ. അതാണ് വ്യത്യാസം, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. D ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത നമുക്ക് 23 പിക്ക് ദ ഓഡ് മാൻ ഔട്ട്. ആർക്ക്, ടാൻജൻറ്റ്, റേഡിയസ്, ഡയഗണൽ. ഒരു സർക്കിൾ എടുത്താൽ ആ സർക്കിളിൽ ഒരു ഇത്രയും പാർട്ടിനെ നമ്മൾ ആർക്ക് എന്ന് പറയാറുണ്ട്. എന്നാൽ
ടാൻജന്റ് ഒരു സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്ന ഈ വരയാണ് തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജൻസ് എന്ന് പറയുക. റേഡിയസ് സർക്കിളിന്റെ സെന്റർ മുതൽ സർക്കിളിന്റെ ഔട്ടർ സർഫസ് വരെയുള്ള നീളമാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഡയഗണൽ എന്ന് പറയുന്നത് സർക്കിളിൽ പറയുന്ന ഒരു വാക്കല്ല. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിൽ പറയുന്ന വാക്കാണ് ഡയമീറ്റർ. റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. അതായത് സർക്കിളിന്റെ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിലേക്ക് സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന വരെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയഗണലാണ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ എടുത്തിട്ട് ഒരു കോർണറിൽ നിന്നും ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരയ്ക്കുന്ന വരെയാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഡയഗണൽ, ദാറ്റ് വേർഡ് നോട്ട് റിലേറ്റഡ് ടു സർക്കിൾ എന്നാണ്. അതുകൊണ്ട് ഡയഗണൽ. ബാക്കി എല്ലാ വാക്കുകളും സർക്കിളുമായി ബന്ധമുള്ളതാണ്. ഇനി അടുത്തത് 24. വിച്ച് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഇൻ ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഡ് വൺ ഏതാണ്? ഇവിടെ നമുക്കൊരു സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 25, 27, 30, 35, 42, 53, 65. ഈ പാറ്റേൺ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. 25 എന്ന് പറയുന്ന നമ്പറിൻ്റെ കൂടെ ഒരു പ്രൈം നമ്പറായ 2 കൂട്ടുന്നു. നമുക്ക് എന്ത് കിട്ടും? 27 കിട്ടും. 27ൻ്റെ കൂടെ അടുത്ത പ്രൈം നമ്പറായ 3 കൂട്ടുന്നു. നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. 30ൻ്റെ കൂടെ അടുത്ത പ്രൈം നമ്പറായ 5 കൂട്ടുന്നു. നമുക്ക് എന്ത് കിട്ടും? 35 കിട്ടും. അടുത്ത 35ൻ്റെ കൂടെ അടുത്ത പ്രൈം നമ്പറായ 7 കൂട്ടുന്നു. നമുക്ക് എന്ത് കിട്ടും? 42 കിട്ടും. 42ൻ്റെ കൂടെ അടുത്ത പ്രൈം നമ്പറായ എത്ര കൂട്ടണം? 11 അല്ലേ കൂട്ടേണ്ടത്? അടുത്ത് നമ്മൾ കൂട്ടുന്നത് അതായത് ഇപ്പം നമ്മൾ കൂട്ടിയത് 7 ആണ്. അടുത്ത് നമ്മൾ 11. 9 പ്രൈം നമ്പർ അല്ല. 9 പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ ഇപ്പം ഇത് 2 പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പറാണ്. നമ്മൾ പ്രൈം നമ്പർ കണ്ടിന്യൂസ് ആയി കൂട്ടുന്നു. 9 പ്രൈം നമ്പർ അല്ല. എന്തുകൊണ്ടല്ല? 1, 9, 3 ഇതെല്ലാം ഈ 9-നകത്തുണ്ട്. ഒരു നമ്പറിനകത്ത് 1ഉം ആ നമ്പരും മാത്രമേ പാടുള്ളൂ. എങ്കിലേ അത് പ്രൈം നമ്പർ ആവുള്ളൂ. 9 പ്രൈം നമ്പർ അല്ല. 11 നോക്കിയേ, 11 പ്രൈം നമ്പറാണ്. 11ൻ്റെ ഫാക്ടേഴ്സ് ആണ് 1ഉം 11ഉം. വേറെ ഒരാൾ അതിനകത്തില്ല. അതുകൊണ്ട് 11നെ ഒരു പ്രൈം നമ്പറായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ 11, 42ൻ്റെ കൂടെ 11 കൂട്ടിയാൽ എത്ര കിട്ടും? 53 കിട്ടും. അടുത്ത പ്രൈം നമ്പർ 13 ആണ്. അപ്പോൾ 53ൻ്റെ കൂടെ 13 കൂട്ടിയാൽ നമുക്ക് വരേണ്ടത് 66 അല്ലേ? അല്ലേ? ആണ്. അപ്പോൾ 65 അല്ലേ വന്നിട്ടുള്ളൂ. സോ 65 ആണ് അതിനകത്ത് ഓഡ് വൺ. ബാക്കിയെല്ലാം കണ്ടിന്യൂസ് ആയി 25ൻ്റെ കൂടെ പ്രൈം നമ്പേഴ്സ് കൂട്ടി വരുന്നതാണ്. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത. 2, ഈ പാറ്റേണുകൾ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ പാറ്റേണുകൾ പഠിച്ചാലേ ഇങ്ങനെയൊക്കെ ആണ് ചോദ്യങ്ങൾ. അതിനകത്ത് ചിലപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടേംസ് കാണാം, സയൻസ് കാണാം. നമ്മുടെ പൊട്ടാസ്യം വന്നു കണ്ടില്ലേ? മാത്സ് ഉണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ചോദിക്കും. കുറേ പാറ്റേൺസ് അറിഞ്ഞാലേ ഇതിനകത്ത് മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. ഇതിനകത്ത് ഏതാണ് ഓഡ് വൺ എന്നതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കാം. 2ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്. 5ൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്. 10ൻ്റെ കൂടെ 7 കൂട്ടുമ്പോഴാണ് 17 കിട്ടുന്നത്. 17ൻ്റെ കൂടെ 9 കൂട്ടുമ്പോഴാണ് 26 കിട്ടുന്നത്. 26ൻ്റെ കൂടെ 11 കൂട്ടുമ്പോഴാണ് 37 കിട്ടുന്നത്. 37ൻ്റെ കൂടെ 13 കൂട്ടിയാൽ 11 കഴിഞ്ഞാൽ അടുത്ത് 13 ആണ് കൂട്ടേണ്ടത്. 37 + 13 എത്രയെന്ന് ചോദിച്ചാൽ 50 ആണ്. ഇനി അടുത്ത് കൂട്ടേണ്ടത് എത്രയാണ് എന്ന് ചോദിച്ചാൽ 13 കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 13 കഴിഞ്ഞാൽ അടുത്ത് കൂട്ടേണ്ടത് 15 ആണ്. അതായത് ഒറ്റ സംഖ്യകളെ കൂട്ടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഒറ്റ സംഖ്യകളെ കൂട്ടിയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 13 കഴിഞ്ഞാൽ 15 ആണ് കൂട്ടേണ്ടത്. 15 കൂട്ടിയാൽ 64 അല്ല വരേണ്ടത്, 65 ആണ്. സോ ഓഡ് വൺ ഏത് എന്ന് ചോദിച്ചാൽ 64 എന്ന് പറയേണ്ടി വരും. ക്ലിയർ ആണ്? ഈ പാറ്റേൺ നന്നായിട്ട് പഠിച്ചേ. അടുത്ത 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നോക്കൂ, ഫ്ലോ, ട്രാപ്പ്, ഡ്രോ ബാക്ക്, ഇങ്ങനെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് 26ാമത്തെ ചോദ്യമല്ലേ? ആണ്. ഇതിലേതാണ് ഓഡ് മാൻ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിനകത്ത് ഏതാണ് ഓഡ് വൺ എന്ന് കണ്ടുപിടിക്കണം. ഫ്ലോ ഉണ്ട്, ട്രാപ്പ് ഉണ്ട്, ഡ്രോ ഉണ്ട്, ബാക്ക് ഉണ്ട്. ഇതിൽ ഈ നമ്പറിനെല്ലാം, ഈ ലെറ്റേഴ്സിനെല്ലാം തിരിച്ചിടാം. ഓൾഫ് കേട്ടിട്ടുണ്ടല്ലേ? ഓൾഫ് എന്ന് ഇതിനെല്ലാം തിരിച്ചിടാം. ഓക്കെ, PART, പാർട്ട് എന്ന് കേട്ടിട്ടുണ്ട്. അടുത്തത് WARD. നമ്മൾ ഈ നമ്പറിനെല്ലാം ഇല്ലെല്ലാം ഈ ഓർഡറിലാക്കുന്നു കേട്ടോ, അത്രേ ഉള്ളൂ. KCAB ഇത് മാത്രം വായിക്കാൻ പറ്റില്ല, ബാക്കി എല്ലാ വേർഡുകളും നിലവിലുണ്ട്.
അപ്പോൾ ഓഡ് മാൻ എന്ന് പറഞ്ഞാൽ ബാക്കാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കും. നമ്മൾ പരീക്ഷയ്ക്ക് ഒരുപാട് സമയം ഒരു കൃത്യമായ ഒരു കണക്ട് ചെയ്യാനുള്ള സമയം ഇവിടെ കളയും. ഈ ചാപ്റ്ററിന് അത്രയും സിമ്പിളായിട്ട് നിങ്ങൾ കാണണ്ട. ഇത് ഒരേ ചോദ്യം തന്നെ 2 തവണ വന്നിട്ടുണ്ട്, സോറി. അപ്പം അടുത്തത് നോക്കാം. നമുക്ക് അടുത്തത് 3 ഓഫ് ദ ഫോളോയിങ് 4 പെയർസ്. ഓക്കെ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ ഈ 4 ചോദ്യങ്ങളിൽ ഒരെണ്ണം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ 2, 10, 3, 26, 5, 124, 4, 63. ഒന്ന് രൂക്ഷമായി ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷന് നിങ്ങൾ നോക്കിയേ. 3, 26 എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? രാമാനുജൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇന്ത്യൻ മാത്തമാറ്റിക്സിന്റെ പിതാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് 0 കണ്ടുപിടിച്ചെന്നൊക്കെ പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ കിട്ടിയാൽ, ഇപ്പം നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ നമ്പറിനെ കണക്ട് ചെയ്യും. അങ്ങനെ ആ നമ്പർ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 3നെ 26 നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കണക്കിൽ നിങ്ങളുടെ അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റണം, എങ്കിലേ ഈ ചാപ്റ്ററിലെ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. 3, 26. 3ന്റെ ക്യൂബ് എത്രയാ? 3ന്റെ ക്യൂബ് എത്രയാ? 27. 5ന്റെ ക്യൂബ് എത്രയാ? 125. 4ന്റെ ക്യൂബ് എത്രയാ? 64. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യ നമ്പർ ബിയുടെയും സിയിലും ഡിയിലും കൊടുത്തിരിക്കുന്ന ആദ്യ നമ്പറിന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചാൽ രണ്ടാമത്തെ നമ്പർ കിട്ടുന്നുണ്ട്. 5ന്റെ ക്യൂബ് എത്രയാ? 125. അതിൽ നിന്ന് 1 കുറച്ചാൽ 124. എന്നാൽ 4ന്റെ ക്യൂബ് എത്രയാ? 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. അതിൽ നിന്ന് 1 കുറച്ചാൽ 63. എന്നാൽ ഇത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഒന്നാമത്തെ ഓപ്ഷനിൽ 2ന്റെ ക്യൂബ് എത്രയാ? 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ൽ നിന്ന് 1 കുറച്ചാൽ 10 കിട്ടൂല. ഓക്കെ, അപ്പോൾ എ ആണ് ഇതിനകത്ത് റോങ് ഓൺ. ഓക്കെ, അടുത്തത് ഇവിടെ നോക്കാം. കാൻബറ, അൾജീരിയ, നോർവേ, ഇറാൻ. ഇങ്ങനെ 4 ഓപ്ഷൻ. അതിൻ്റെ നേരെ ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം. അൾജീരിയ രാജ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നോർവേ കേട്ടിട്ടുണ്ട്, ഇറാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കോണ്ടിനെൻറ്റും അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമാണ്. ഓസ്ട്രേലിയയുടെ കൂടെ കൊടുത്തിരിക്കുന്ന കാൻബറ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കണം ഓസ്ട്രേലിയയുടെ തലസ്ഥാനമോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ഒരു നഗരമോ ആണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് കാൻബറ. ബാക്കിയെല്ലാം കോണ്ടിനെൻറ്റും അവിടെ ഉൾപ്പെടുന്ന രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് ഓഡ് വൺ എന്ന് പറയുന്നത് ആദ്യത്തേതാണ്. ഇനി നമ്മൾ 30ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. 30ാമത്തെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 41, 51, 61 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വിച്ച് ഓൺ ഡു നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് ഓക്കെ 31, 41, 51 എന്നല്ലേ ഓപ്ഷൻ. ശ്രദ്ധിക്കേണ്ടത് 31 ഒരു പ്രൈം നമ്പർ ആണ്, 41 ഒരു പ്രൈം നമ്പർ ആണ്, 61 ഒരു പ്രൈം നമ്പർ ആണ്. ഒരു നമ്പറിൽ ആ നമ്പരും 1 മാത്രമേ ഘടകമായിട്ടുള്ളൂ എങ്കിൽ അതാണ് പ്രൈം നമ്പർ. 31-നകത്ത് 1 ഉണ്ട്, 31 ഉണ്ട്. 41-നകത്ത് 1 ഉണ്ട്, 41 ഉണ്ട്. 61-നകത്ത് 1 ഉണ്ട്, 61 ഉണ്ട്. 51 എടുത്താൽ 51-നകത്ത് 1ഉം 51 ഉണ്ട്. അതേപോലെ ഈ 51-നെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇതിനകത്ത് ബാക്കിയെല്ലാം പ്രൈം നമ്പർ, 51 പ്രൈം നമ്പർ അല്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് സ്റ്റാറ്റസ് വെക്കണം. അതേപോലെ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എൻ്റെ നമ്പർ 9999502707 എന്നാണ്. ഞാനിവിടെ എഴുതാം 9999502707. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൻ്റെ അസിസ്റ്റൻറ്റ് ബാച്ചോ CPO WCPയുടെ ബാച്ചിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 100% നിങ്ങളെ കൃത്യമായ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ മെൻറ്റർഷിപ്പും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായ പരീക്ഷകളും കൃത്യമായ ഒരു ഒരു ദിശാബോധവും ഒക്കെ നൽകി നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ LP-UPയിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ചെടുത്ത ഹാജാസ് ക്ലാസസിൻ്റെ പ്രഖ്യാപനമാണ്. ഇത്തവണ സെക്രട്ടറി അസിസ്റ്റൻറ്റിലെ ഏറ്റവും മികച്ച റാങ്കുകൾ നമ്മൾ കൊണ്ടുവരും. കുറച്ച് കുട്ടികളുമാണ് നമ്മുടെ ഈ ഒരു ബാച്ചിലുള്ളത്. നിങ്ങൾക്ക് വരാം. 100% ഇത് വേറൊരു ക്ലാസ് അല്ല, സെക്രട്ടറി അസിസ്റ്റൻറ്റ് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട ക്ലാസ്സാണ്. അതുപോലെ തന്നെ CPOയുടെ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് അടങ്ങുന്ന ഏറ്റവും കിടിലൻ ക്ലാസ്സും നമ്മളിൽ
ചാനൽ ഉണ്ട്, എല്ലാവരും വരണം, എല്ലാവരും ജോയിൻ ചെയ്യണം. അപ്പം ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കമൻ്റ് ഇടാനൊന്നും മറക്കരുത്. അതാണ് നമ്മുടെ ഊർജ്ജം, അടുത്ത ദിവസം ക്ലാസ് എടുക്കാനുള്ള ഊർജ്ജം. എല്ലാവരും കട്ടയ്ക്ക് നിന്നോണം, നമ്മുടെ ഈ ഒരു മെം സെഷൻ പൊളിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.